തിരുവനന്തപുരത്തെ മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായി. ഇന്ന് പുലർച്ചെ 5:30 മണിയോടെ രണ്ടാമത് ഒരു മത്സ്യബന്ധന വള്ളം അവിടെ അപകടത്തിൽപ്പെട്ടു. തോണിക്കടവ് സ്വദേശി സ്റ്റാലിൻ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. 5:30 മണിക്ക് ശേഷം വള്ളം പറഞ്ഞു, ചെറിയ വള്ളം പറഞ്ഞു. റെസ്ക്യൂ ബോട്ട് അവിടെ കിടപ്പുണ്ട്, മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പാടത്തോണി. അതിന് വള്ളം പോയി റെസ്ക്യൂന് വരാത്തെന്താ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ട് വന്നതിന് ശേഷം വള്ളം ചോദിച്ചാൽ പറയുന്നത് അതിൽ എഞ്ചിൻ കംപ്ലൈന്റ് ആണെന്ന്. എഞ്ചിൻ കംപ്ലൈന്റ് ആയ സാധനം ഇവിടെ നിന്നിട്ടേക്കുന്നത് ഒന്ന്. രണ്ടാമത് വള്ളത്തിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ. 2 ഡ്രൈവറാണതിന് ആ ഡ്രൈവറില്ലാതെയാണ് നടക്കുന്നത്. ഒരാൾ നടക്കുന്നത്. ഈ വള്ളം ഇത്രയും ആൾക്കാരെ എടുത്തിട്ട് റെസ്ക്യൂവിന് പകല് സംഭവിച്ചിട്ട് ഈ പടിഞ്ഞാറ് വരാൻ പറ്റാത്തവരെ പിന്നെ എന്തിനാണ് അവിടെ ഡ്രൈവറായിട്ട് ഇട്ടേക്കുന്നത്? ഒരാൾ നല്ല അടി കിട്ടി, രണ്ടാമത്തെ കടലിലൂടെ കിട്ടിയെന്നുണ്ടെങ്കിൽ ആൾ മരിച്ച് മരണപ്പെട്ടേ. ആര് കൊടുക്കും? ഇവര് കൊടുക്കൂ? ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ നടന്നിട്ടിരിക്കുകയാണ്. ഈ നിരന്തരം അപകടം നടന്നിരിക്കുമ്പോൾ ഈ റെസ്ക്യൂ ടീമുകൾ ജാഗ്രതയായിട്ട് നിൽക്കാനുള്ളതിന് വേണ്ടി അശ്രദ്ധയായിട്ടാണ് മൊത്തത്തിൽ അവിടെ നിൽക്കുന്നത്. ഒരു ശ്രദ്ധയില്ല അവർക്ക്. നല്ല രീതിക്ക് സ്വിമ്മിംഗ് പോലും അറിയാത്തവരാണ് ഇപ്പോൾ മൊത്തത്തിൽ കയറിയിരിക്കുന്നത്. എഞ്ചിൻ ഓടിക്കാൻ വേണ്ടി അത്ര കഴിവില്ലാത്ത ടീമുകളാണ് ഇപ്പോൾ അവർ കയറിയത്. ഒരു കടലിൽ വന്ന് അടച്ചു കഴിഞ്ഞിരുന്ന അങ്ങോട്ട് പോകാനും വരാനും പറ്റാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഡ്രൈവറായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്. അതിനിടെ തുടർച്ചയായി മത്സ്യബന്ധന വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളിൽ പ്രതിഷേധിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സൂചന വരുന്നു. ഹരികൃഷ്ണൻ മുതലപ്പുഴയിൽ നിന്നും നമുക്കൊപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. ഹരികൃഷ്ണൻ, മുതലപ്പുഴയിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത വന്നിരുന്നു. അതിൻ്റെ പിന്നാലെ വീണ്ടും വള്ളം മറിഞ്ഞ് ഒരാൾ നീന്തി രക്ഷപ്പെട്ടു എന്ന വാർത്ത വന്നു. എന്തൊക്കെയാണ് മുതലപ്പുഴയിൽ നിന്നുള്ള അവസാനത്തെ വിവരങ്ങൾ? എസ്കെനി, മണിക്കൂറുകൾക്കുള്ളിൽ 2 അപകടങ്ങളാണ് ഇന്ന് മുതലപ്പുഴയിൽ നടന്നത്. അതായത് ഇന്ന് അർദ്ധരാത്രി 1:30 ആദ്യത്തെ അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ അപകടത്തിൽ ഈ അഞ്ചുതങ്ങ് സ്വദേശിയായിട്ടുള്ള വിക്ടർ അപകടത്തിൽപ്പെടുന്നു. അതിനുശേഷം മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് 5:30 മണിയോടുകൂടി രണ്ടാമതും ഒരു മത്സ്യബന്ധന വള്ളം മറിഞ്ഞു എന്നുള്ളതാണ്. ആ മത്സ്യബന്ധന വള്ളത്തിൽ മറിഞ്ഞിരുന്ന അതിൽ സഞ്ചരിച്ചിരുന്ന മത്സ്യബന്ധന തൊഴിലാളിയായിട്ടുള്ള ഈ അഞ്ചുതെങ്ങ് തോണിക്കടവ് സ്വദേശിയായ സ്റ്റാലിൻ അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഈ ആദ്യത്തെ വെള്ളത്തിൽ, അതായത് 1:30 അപകടത്തിൽപ്പെട്ട ആ വെള്ളത്തിൽ 3 തൊഴിലാളികൾ കൂടി ഉണ്ടായിരുന്നു. ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവർ കൂടി ഉണ്ടായിരുന്നു വിക്ടറിനൊപ്പം. അവർ 3 പേരും നീന്തി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സ്യത്തൊഴിലാളികൾ, ഈ പ്രദേശത്തെ ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ രോഷത്തിലാണ്. കാരണം ഈ മുതലപ്പുഴ എന്ന് പറയുന്ന തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്ന ഒരു ഏരിയ കൂടി ആകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാൻ കഴിയും, കുറെ നാളുകളായും അത് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിലൊക്കെ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ ന്യൂനപക്ഷ കമ്മീഷൻ തന്നെ ഈ ഗവൺമെന്റിനെതിരെ ഇത്തരത്തിൽ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടൊക്കെ തേടി അതിൽ വിമർശനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ KLC, അതായത് കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് ഈ മുതലപ്പുഴ ഒരു മരണപ്പുഴയായി മാറുന്നു, അപകടക്കെണിയായി മാറുന്നു എന്നതിൽ പ്രതിഷേധിച്ച്, അതിൽ ഈ സർക്കാർ യാതൊരു തരത്തിലുള്ള നടപടികളും അതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു മാർച്ച് നിയമസഭയിലേക്ക് നടത്തുന്നത്. ഇത് 10:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ നിയമസഭയിലേക്കൊരു മാർച്ച് നടത്തുന്നത്. ഇവിടുത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ 2 അപകടങ്ങളിലും ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് കാര്യമായി ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണവും മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ടെന്നുള്ളതാണ്. അവരും രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ മരണപ്പുഴ അല്ലെങ്കിൽ ഈ പറയുന്ന മുതലപ്പുഴയെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ അത് അവലംബിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്. SK. ഓക്കെ, താങ്ക് യു. മുതലപ്പുഴയിൽ നിന്നാണ് ഹരികൃഷ്ണൻ നേരിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.